പൂവൻപഴവും നേന്ത്രപ്പഴവും എല്ലാം ഒരുപാട് പഴുത്തിരിക്കുന്നു. അപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊരു ഗ്ലാസ് ഗോതമ്പ് മാവാണ്. കുറച്ച് പഴം എടുത്തിട്ട് ഇതാ പീസാക്കി വെച്ചിട്ടുണ്ട്. നെയ്യോ അങ്ങനെയുള്ള ഒന്നും ഞാൻ ചേർക്കുന്നില്ല. വെറുതെ കളയണ്ടെന്ന് കരുതിയിട്ട് ലേശം ഉപ്പിടുന്നുണ്ട്. അതിലേക്കേതാ ശർക്കര പാവാക്കി വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് നമ്മൾ ഒഴിക്കാം. ഇനി നല്ലപോലെ മിക്സ് ആക്കണം. കുറച്ച് ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. പശുവും പാലാണ്, തേങ്ങാപ്പാലൊന്നുമല്ല. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റായിരിക്കും. പിന്നെ കുറച്ച് സൺഫ്ലവർ ഒഴിക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല, കാരണം ഒരു നേരത്തെ ഭക്ഷണം പോലെ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ്. ഞാനിത് ഇത്തിരി നെയ്യൊന്നും ആക്കിയിട്ടില്ല, എണ്ണ പുരട്ടി വെച്ചതാണ്. കുറച്ച് പഴവും ബദാമൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതിലിടുകയാണ്. വാനില എസൻസ് ആവശ്യമില്ല, പക്ഷേ എന്നാലും ഒരു തുള്ളി അല്പം ഒഴിക്കുന്നുണ്ട്, ഒരു മണത്തിന് വേണ്ടിയിട്ട്. ഇതിൽ മുട്ട ചേർത്താൽ നമ്മുടെ കേക്ക് പോലെ ഇരിക്കും, പക്ഷേ കർക്കിടക മാസത്തിൽ അത് കഴിക്കില്ല. മത്സ്യമാംസമൊന്നും കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല. ഇത്തിരി കട്ടിയുണ്ട്, എന്നാലും അങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഇനി ഇതിങ്ങനെ ടിന്ന് വലുതാണ്, ചെറിയ കേക്ക് ടിന്ന് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെ വെച്ചു. ഇതോരോ ബദാമാണ് കേട്ടോ, അല്ല ബദാമല്ല, സോറി, എങ്ങനെ പറയുക, പിസ്ത. ഇതിങ്ങനെ ഓരോന്ന് വയ്ക്കണമെന്ന് ഇല്ലെങ്കിലും നന്നായിരിക്കും. ഒരു നേരത്തെ ഫുഡായി കഴിക്കാമല്ലോ. ഇതിരിക്കില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഒരു 20 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ വാങ്ങി വെച്ചിട്ട് തണുത്തതിന് ശേഷം കാണിക്കാം. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. നന്നായി വന്നിട്ടുണ്ട്. ഞാടിയിൽ ആ വെച്ച പഴമൊക്കെയാണ് ഈ കാണുന്നത്, കണ്ടു. എന്തോ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മുറിച്ച് നോക്കണം.